പിച്ചവെച്ചരാ നേരം തൊട്ടേ എന്തിരൽ തുമ്പിലെന്നും തൂങ്ങി കുഞ്ഞു മോഹങ്ങൾ കാണും പെണ്ണാടേ. നിൻ കുറുമ്പുകൾ കുറുതലോടലായി കൂട്ടുനിന്ന കാലം ഈ കുഞ്ഞു കണ്ണിലെ പുഞ്ചിരി കണ്ടു ഞാൻ. ചേരും മാറി വെള്ളിനഴകേ മൈലാഞ്ചിരാവിൽ നാളം കണ്ടില്ലേ. ഇന്നു നിന്നെ പുഞ്ചിരക്കിതാ പഞ്ചു വന്ന കാലം ഷഹനായി പാടുവാൻ കൂട്ടി ഞാനില്ലേ. കണ്ണിലെന്നും ഒരു മിന്നാ മിന്നി കുഞ്ഞു തുമ്പിയായി നിന്നും ഇവളി നെഞ്ചിരുന്നും എന്നോമൽ കുഞ്ഞാണേ. പിച്ചവെച്ചരാ നേരം തൊട്ടേ എന്തിരൽ തുമ്പിലെന്നും തൂങ്ങി കുഞ്ഞു മോഹങ്ങൾ കാണും പെണ്ണാടേ. പല നാളായി ഞാനിതു മനസ്സിൽ കൊണ്ടു നടന്ന കിനാവാണേ. നിറമുള്ളൊരു നോവായി ഇന്നിതു കണ്ടു ചിരിക്കുന്നേ. നിഴലായി കൂടെ നടക്കാൻ ഇന്നും വീട്ടിൽ നീയില്ലെങ്കിൽ അമ്മക്കിനി തല്ലു പിടിക്കാൻ ആരാലച്ചമ്മേ. പൊന്നിൻ പൂവായ കൺമണി കണ്ണിനു കണ്ണായ പൊന്മണി നിൻമിഴികൾക്കെന്തു ചന്തമഴകേ. നീ മിണ്ടണ വാക്കിനു മുണ്ടൊരു തേൻമൊഴി പാടണ പാട്ടിനു കേൾക്കണതാ മൊഴി. ആ വഴിയോര കരമണി കിലുങ്ങണ ചിലി ചിലി ചിഞ്ചിലമാ. പിച്ചവെച്ചരാ നേരം തൊട്ടേ എന്തിരൽ തുമ്പിലെന്നും തൂങ്ങി കുഞ്ഞു മോഹങ്ങൾ കാണും പെണ്ണാടേ. നിൻ കുറുമ്പുകൾ കുറുതലോടലായി കൂട്ടുനിന്ന കാലം ഈ കുഞ്ഞു കണ്ണിലെ പുഞ്ചിരി കണ്ടു ഞാൻ. ദേലുവേ പെട്ടെന്ന് വാ, സമയമില്ല. വരാണ് വിഷ്ണുവേ. അതെ പൂജയ്ക്ക് കൊടുത്തിട്ടുണ്ടേ, അപ്പൊ കുറച്ച് കഴിയുമ്പോ ഒന്ന് പ്രസാദം വാങ്ങിക്കണേ. ഞാൻ ഒന്ന് മേടിക്കാം. ഈ നിക്കറൊന്നും ഇട്ടോണ്ട് പ്രസാദം വാങ്ങിക്കാൻ വരരുത്. നീറ്റായിട്ട് കുളിച്ച് കുറി കിട്ടിട്ട്. അല്ല ഇവനല്ല, ഇവന്റെ കൂട്ടുകാരെ കൊണ്ട കൂട്ടുകാരല്ലേ വരണത്. അത് ഈ ഇനത്തിൽ പെട്ടല്ലേ. ഓ എന്തോ കല്യാണം മക്കളെ മക്കളെ എന്തോന്ന് പ്രാർത്ഥിച്ചത്? പ്രാർത്ഥിക്കുന്നു കേട്ടു. ഈ കളിയാക്കിയൊന്നും വേണ്ട കേട്ടാ കേട്ടാ. എന്നെ കുറച്ച് കളിയാക്കരുത്. നീ എന്തോന്ന് പ്രാർത്ഥിച്ചത്? എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ അറിയാം. ഞാൻ പ്രാർത്ഥിച്ച് ചേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടണേ, അതൊക്കെ നമ്മുടെ കുടുംബത്തിന് ഒരു കുഴപ്പവും വരില്ല, നല്ല ഐശ്വര്യം ഉണ്ടാവണേന്നൊക്കെ പോരാ. ഇത് പ്രായത്തൊക്കെ കഴിഞ്ഞ പക്വത. എന്റെ കൊച്ചിനല്ലെങ്കിൽ എല്ലാം കാര്യമായിട്ടൊക്കെ പറയാനൊക്കെ അറിയാം, ചിന്തിക്കാനും അറിയാം. നീ എന്തോടെ പ്രാർത്ഥിച്ചത്? നമ്മുടെ സദ്യ ഗംഭീരമാണ്. നീ എപ്പോ നോക്കിയില്ലേ ടീച്ചറുടെ വിചാരടാ കല്യാണമല്ലേ ചേട്ടാ. നമ്മൾ എത്ര ആൾക്കാരെ വിളിച്ചിട്ടില്ലേ? അപ്പൊ നമ്മുടെ സദ്യ കൊള്ളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാ. വീട്ടിലും പടവലും വീട്ടിലെ അപ്പൂമ്മമാർക്കല്ലേ പാടുണ്ടോ? കണ്ടോടാ, കണ്ടു പഠിക്ക്. അതാണ് ശൂലക്കുടി വീട്ടിലെ മാധവൻ തമ്പിയുടെ കൊച്ചുമോൻ. ശരി ഗണപതി, കണ്ടു പഠിക്കടാ.
ചേച്ചി അപ്പുറത്തെ സൈഡിൽ. ചേച്ചി ഇത് എത്ര പവനുണ്ട്? ഇത്ര പവന് നമ്മളെ മക്കൾ കൊടുക്കുന്നതിന് അങ്ങനെ നോക്കണ്ട. ശരിയാ, പക്ഷെ നിറഞ്ഞ് നിക്കുന്നുണ്ട് എന്തായാലും. ഇഷ്ടപ്പെട്ട എല്ലാ ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. ഓ നന്നായിട്ടുണ്ട്. ഇവിടെ വേറെ ഉണ്ട്. അണ്ണി இந்த மாலை எங்க இருந்து? ജോയാലുക്ക ஐயோ பெருசா இருக்கு. വളയുണ്ട് വളയുണ്ട്. കണ്ടോ? ഒരു വളയല്ല. അതുപോലത്തെ ഒന്നും ഉണ്ടായിരുന്നല്ലോ. അതല്ല, ഒരെണ്ണം കൂടി ഉണ്ട്. ഇതിന്റെ ഒരെണ്ണം കൂടി ഉണ്ടോ? വളയന്റെ അതിന്റെ അകത്തൊക്കെ നോക്ക്. അവിടെ ഉണ്ടാവും. അമ്മ ഇവിടെ വെച്ചിട്ട് പോയത് അങ്ങനെ അതല്ല വളയത്തിന്റെ പോയല്ലേ കള്ളിക്കൊച്ച. മനസ്സിലായി. ആരവളയാ ആരവളയാ? പാറുവിന്റെ കല്യാണമാണോ? ആരുടെ കല്യാണ? ആരുടെ കല്യാണ? ആരുടെ കല്യാണ? ചേച്ചിയുടെ. അവർക്കല്ല അറിയാം. അതെ വാ വാ വാ, വെയില് വെയില് പെട്ടെന്ന്. അത് ശരി ശരി. നമുക്ക് എല്ലാം വേണ്ടപ്പെട്ടവരാണ് കേട്ടാ. ശരി അതോട്ടെ. ശരി ശരി. ഇതിപ്പോ തലയാറ്റി തറ വീഴുന്ന ആണോ ഇത്? നമ്മുടെ ആൾക്കാർ പുള്ളി വിളി. സുരേഷായിട്ട് എന്റെ തല ഇവിടെ പറത്തി കളിക്കാനല്ലേ വിളിച്ചത്. ഇവിടെ കംപ്ലീറ്റ് എടുക്ക് കേട്ടാ. ഇപ്പൊ തലയാറ്റി തറ വീഴുന്ന ചേട്ടാ. ഒറ്റയ്ക്ക് പോകാനല്ലേ? അകത്തോട്ട് കയറി. ഇതാര് പാർട്ടി? എൻ്റെ ഒരു ക്ലാസ്മേറ്റ്. അങ്ങനെയാണോ? ഹലോ, ആടെ പ്രേമ എവിടെ എവിടെ എത്തി? ഓ, റോഡിന്റെ അവിടുന്ന് അമ്പലത്തിന്റെ അവിടുന്ന് ഇടത്തോട്ട് പോട്ടെ, വലത്തോട്ട് വാ. വലത്തോട്ട് വരണ്ടേ? പിന്നെ നീ ഇടത്തോട്ട് പോട്ടെ. എന്താടാ പറയണത്? നീ നേരെ വാ. നേരെ വരുമ്പോ വലതുവശത്ത്, അവിടുന്ന് ഒരു അമ്പലത്തിന്റെ അവിടുന്ന് വലതുവശത്ത്. നിന്റെ അടുത്ത് ആര് പറഞ്ഞു തന്ന വഴി? ഏയ്, വലത്തോട്ട് നോക്കി ഇടത്തോട്ടായി പോയി. അത് ഞാൻ തിരിയായി. കഷ്ട. ഇന്നലെ അവിടെ എന്തൊരു പ്രശ്നം? ഇന്നലെ രാത്രി നമ്മൾ അവിടെ കയറി ഇല വെട്ടിയില്ലേ, അവന്റെ പണയ കയറി ഇല വെട്ടിയില്ലേ, നമ്മളെ കൂടെ വന്ന പയ്യന്മാരുണ്ടല്ലോ, കംപ്ലീറ്റ് കൂമ്പടക്കം വെട്ടി. അതൊന്നും പ്രശ്നമില്ലായിരുന്നു അവന്. അവിടെ പഴുത്തുന്ന 2 കൊല ഉണ്ടായിരുന്നു, അതും കൂടെ അവന്മാർ വെട്ടി. എന്തായാലും നീ അവന്റെ കൂമ്പോട് കൂടി വെട്ടാത്തന്നല്ലായി. മാമ എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞെല്ലാം സെറ്റിൽ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ അയാൾ ഭയങ്കര കമ്പനി. ആവശ്യമുള്ള ഇല ഇനി വേണമെങ്കിൽ വെട്ടിക്കൊള്ളാനാണ് പറഞ്ഞത്. അങ്ങനെ കൊലയും തരാൻ ദാണ്ടെ വന്നല്ല 500 ഫാമിലി. എവിടെ പറഞ്ഞു? കല്യാണം ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ വല്ല ഉണ്ടോ? എനിക്കോ? അച്ഛാ, അവന്റെ ടെൻഷൻ മറച്ചു വെക്കാനുള്ള ചോദ്യമാണോ ചോദിക്കുന്നത്? അവനെ എനിക്കറിയുള്ളൂ. നേരത്തെ അറിയാം എനിക്കത്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ആ കാര്യം ഞാൻ പറഞ്ഞോളാം. ആ കാര്യം ഞാൻ പറയാൻ പോണേ. അച്ഛൻ പറയും. അച്ഛൻ പറയാം. അതെ, ഇങ്ങോട്ട് കടന്നു വരുന്നവരെ ആവശ്യമില്ലാതെ തടഞ്ഞു നിർത്തരുത്. തടഞ്ഞു നിർത്തിക്കോ, പക്ഷെ തടഞ്ഞു നിർത്തിയായിട്ട് അവർക്ക് ഫീൽ ചെയ്യരുത്. ഓക്കെ? ശരി. ഇന്നലെ വൈകുന്നേരം അച്ഛനെ ഞാൻ പെർമിഷൻ വാങ്ങിച്ചില്ല. അച്ഛൻ പെർമിഷൻ കൊടുത്താ? പറ്റിപ്പോയി. അപ്പൊ അച്ഛൻ എനിക്ക് പെർമിഷൻ അത് ഞാൻ കുറച്ച് തരും. അച്ഛൻ അടുത്ത ബന്ധു പറഞ്ഞ അച്ഛന് പറഞ്ഞ വരൂല, കല്യാണം വരില്ല അച്ഛന് പറഞ്ഞു. അവനെ ഞാൻ 2 പ്രാവശ്യം വിളിച്ചതാ, വരാതിരിക്കാൻ അവന് പറ്റത്തില്ലേ. അമ്മൂമ്മ കരയുന്നോ? വയറ് വെച്ചെന്നിട്ടായിരിക്കും പോണ തീറ്റേജി അവളെ തിന്നണത്. അവിടെ കരകത്ത് വാങ്ങാറില്ല അങ്ങോട്ട്. ഒന്ന് നോക്കിട്ടോട്ടെ. രാജാ ഇവിടെടാ, നമുക്ക് അങ്ങോട്ട് ഇല്ല. സംഭവം
എന്തിനു കയറണത്? നീ കൊച്ചിന്റെ കല്യാണം വിളിച്ച കൊച്ചച്ഛനെ ഞാൻ കുഞ്ഞമ്മേടെ കയ്യിൽ ലെറ്റർ തന്നെ കൊച്ചച്ഛനെ വിളിക്കാൻ വേണ്ടി പിന്നെ ഫോൺ ചെയ്ത് പറഞ്ഞില്ലേ? നീ വീട്ടിൽ പോയി വിളിക്കുമ്പോഴാണ് നീ എന്റെ കയ്യിൽ ലെറ്റർ വാട്സാപ്പിൽ പറഞ്ഞു. എടാ നീ പിന്നെ നീലുവിന്റെ പിന്നെ ബന്ധുക്കളെ സ്വന്തക്കാരെയൊക്കെ നീ പോയി വിളിച്ചില്ലേ? എന്നിട്ട് നിന്റെ കൊച്ചച്ഛന് മാത്രം ഒരു വാട്സാപ്പ്. എന്റെ കൊച്ചിന്റെ ഓരോ ചോറ് നിന്നെ അങ്ങേർക്ക് തലവിധിയില്ല. അങ്ങനെ വിധി വേണമെങ്കിൽ ഒരു 10 പോച്ചോറ് ഞാൻ വെച്ചു തരാം. നീ ഇവിടെ 10 പോച്ചോറ് നീ നിന്നോ. കളിയുടെ കോളാക്കി ഇറങ്ങോളാം. ഇപ്പൊ ഞാൻ സന്തോഷിച്ചില്ലെങ്കിലും നിനക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. എല്ലാരും ഉണ്ടല്ലോ. എല്ലായിടത്തും ഇതുപോലത്തെ മുമ്പ് നിന്ന് കല്യാണം നടത്താനുള്ളത്. ആ കുഞ്ഞു കഴിഞ്ഞോണ്ടിരുന്ന എന്നാലും അങ്ങേരില്ലാതെ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പൊ അതായിരുന്ന കാര്യം. കുഞ്ഞു അമ്മൂമ്മ മറ്റേ ചങ്കരപ്പൂവും പറഞ്ഞ അമ്മൂമ്മക്ക് വിശന്നിട്ട് ഞാൻ പറയും ചങ്കരപ്പൂവും പറഞ്ഞ അമ്മൂമ്മക്ക് വിശന്നിട്ട് എങ്ങനെ ഇരുന്ന് കരയുന്ന അമ്മൂമ്മ തീരുപ്പണ്ടല്ലോ. അവ അങ്ങനെ പറഞ്ഞ അവ അല്ലെങ്കിൽ അവന് ആക്രാന്ത അവനുള്ള ആക്രാന്താണ് അവൻ എന്റെ അടുത്ത് പറയണത്. അവൻ ഇന്ന് ഞാൻ വച്ചിട്ടുണ്ട്. ശങ്കര നീ മിണ്ടരുത്. നീ അല്ലെങ്കിലും മിണ്ടരുത്. ശങ്കര ആയിക്കോളൂ. നമുക്ക് കല്യാണ കാര്യങ്ങൾ നോക്കാം കേട്ടാ. ഇതൊക്കെ ഇങ്ങനെ ഒഴിവാക്കിയ രക്ഷയുണ്ട്. ശങ്കരന്റെ കാര്യം കേട്ടോ. പുലർക്കാലം പോലെ വിരൽ തുമ്പാലെ നെഞ്ചിനെ മലർക്കാലം പോലെ ബ്ലോക്കിൽ വല്ല പെട്ട് കാണോ? എടാ നീ ടെൻഷൻ അടിക്കാടാ. നീ അച്ഛനാ പറഞ്ഞ മനസ്സിലാവും എന്റെ മാനസികാവസ്ഥ. മിണ്ടായിരിക്കും. ഞങ്ങളും കല്യാണമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതിനാടാ വിപ്ലവം പരവേശമൊക്കെ പറഞ്ഞാ കേക്കണ്ടേ? എല്ലാ കാര്യത്തിനും വെപ്രാളം ഒന്ന് അടങ്ങ ഒരു വരും. വായിക്കാം. അവര് എത്തി. ഇതാ താമസിച്ചത് എല്ലാരും എന്നോട് ക്ഷമിക്കണം. കുറച്ച് ബ്ലോക്കിൽ പെട്ടുപോയി. അതാണ്. ഞാൻ പറഞ്ഞില്ല ബ്ലോക്കിൽ പെട്ടു. വന്നോട്ടെ.
കറക്റ്റ് അല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങോട്ട് താലി എവിടെ? താലി എവിടെ? താലി പൂജിക്കാൻ നേരത്തെ കൊടുത്തൂടെ? ടൈറ്റ് അടിക്കണ്ട, എല്ലാം കറക്റ്റാണ്. ഒരു സ്വഭാവത്തിനാണ് അല്ല അണ്ണാ നമുക്കാർക്കും ടെൻഷനില്ല, നീ അടിക്കാതെ അവന്റെ കൂടെ പുറപ്പില്ല. ടെൻഷൻ വാ, നീ കേറി വാ, കേറി വാ. അതെ, മാമനെ പേടി. അല്ല ഇത് അല്ല പയ്യൻ തൊഴുതില്ലല്ലേ? കുഴപ്പമില്ല, അവനത് കൈകാര്യം ചെയ്തോളൂ. രമ എവിടെ? രമ തലപ്പുറ എടുക്കണ്ടേ? പെടുത്തല്ലേ? അച്ഛാ വിളിക്കാം. ഞാൻ വിളിച്ചോളാം, സമാധാനപ്പെടും, ഞാൻ വിളിച്ചോളാം കേട്ടോ. അണ്ണാണെന്നില്ലേ അവിടെ ഒരു കാര്യം പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞു. അതെ, എന്റെ പൊന്നാളിയെ ചെല്ലേ. രണ്ടുപേരും മാത്രം ആരെയാ വിളിക്കാനുള്ള? ജലജ വന്നിട്ടുണ്ട്. ജലജ ചേച്ചി വന്നിട്ടുണ്ട്. ആരും വിളിച്ചു? എന്റെ പഴയ ലൈൻ ചുമ്മാ ഞാൻ വിളിച്ചെന്ന് ഇങ്ങോട്ട് ചോദിച്ചു. ബാലു എനിക്ക് കല്യാണം വിളിക്കണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അണ്ണൻ വരും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എടാ ഞാൻ വരും. ഞാൻ മറ്റേതാ ആ സാരി ഉണ്ടാ മെറൂൺ കാണാനുള്ള സൗകര്യം അവള് കണ്ട എന്ത് എന്തൊരു ചേട്ടത്തിൻ്റെ കുഴപ്പമില്ലെന്നേ. നിങ്ങൾ തന്നെ നോക്കണം. നല്ലൊരു അവസരമാണ്. പിന്നെ ചുമ്മാ നമുക്ക് അതിന് ഭയങ്കര സംഭവമല്ലേ ഇത്? എന്താ ടീമിനെ മൊത്തം വിളിച്ചു. നമ്മൾ കൂടെ അതുകൊണ്ടാ നമ്മളെ ഇന്ത്യ ഫ്രണ്ടാണ് നവാസ് ചന്ദ്രൻ. നമ്മള് ഇതിന്റെ വാർത്ത വായിക്കണ വേണം, പത്രം ഇടുന്ന ആളാ. എന്റെ ശിഷ്യനാണ് കേബിൾ വിഷയം നടത്തുന്നത്. എങ്ങനെയുണ്ട് പോവാൻ? എങ്ങനെയാ വാടാ. ഇവിടെ പോയി കിടന്നത് അത് ഒരു ഫോട്ടോ സാത്താനെ എന്തോന്നാ എവിടെ പോയി കിടന്നത്? നമ്മള് എന്റെ ഫ്രണ്ടാ. ഒരു ഫോട്ടോ സമയമില്ലണ്ണ. അവര് പറയട്ടെ, നീ ചെന്ന് പറ. പിടുത്തമില്ല ഇരിക്കാൻ ചെല്ല്. ആയിക്കോട്ടെ. ഇരുന്നോടാ പോനെ നീ. മോനെ മൊത്തത്തിലൊരു അവൻ ചെയ്തോളൂ. അച്ഛാ അച്ഛനെന്തി
കേട്ടാ അച്ഛനിക്കോ 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 ആര് പോയി അവര് പോയി ശരിയാവില്ല സമയമില്ലേ ഞാൻ പോയിട്ട് വരാം മോനെ ക്ലോസ് ആയിട്ടില്ലേ സംസാരിക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു ഞാൻ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു വേറെ ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുന്നു അത്യാവശ്യ കാര്യമായിരുന്നു വരാൻ പറ്റി ആണോ താഴമ്പൂ മുടി മുടിച്ച് 18 മുഴം ചിലഞ്ഞൊടിഞ്ഞെടുത്ത് വെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് വെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് മകളൊരുങ്ങ് മണമകളൊരുങ്ങ് കണ്ണു തട്ടാതിരുന്നീടാൻ കവിൾപ്പൂവിൽ മഷി തേച്ചൊരുങ്ങ് കണ്ണു തട്ടാതിരുന്നീടാൻ കവിൾപ്പൂവിൽ മഷി തേച്ചൊരുങ്ങ് കഴിക്കണം മല്ലുവേല വെച്ച് കയറി ഒരു പ്രദക്ഷിണം വെച്ചു കുട്ടി മാത്രം പ്രദക്ഷിണം വെച്ചു അമ്മയോടെ നിൽക്കും തിരി ശ്രദ്ധിക്കണം മോളെ ശ്രദ്ധിക്കണം അതിവിടെ വെച്ചിട്ട് അതിവിടെ വെച്ചു അവിടെ പോരുന്നു ഇതൊക്കെ കുഞ്ഞമ്മ കുറെ കേട്ടാണോ കേട്ടാ കുഞ്ഞമ്മ കുറെ വിട്ടോളാം നീ കുറെ പേരുടെ കാര്യം പറയണം ഉണ്ടോ കുഞ്ഞമ്മയുടെ പൂവുണ്ടോ കൂടെ ആ പൂ അങ്ങോട്ട് പൂവുണ്ട് പൂവുണ്ട് മോളുവാ ആ തലയിട കുഴപ്പമില്ല എല്ലാവരും കൊടുത്തോ അവര് പറയട്ടെ അവർക്കറിയാലോ മോനെ ബാലു ഇപ്പുറത്ത് കിടന്നിട്ട് ഈ കുട്ടി അപ്പുറത്തിട്ടുണ്ട് കേട്ടോ അല്ല ആദ്യം ഇതാണ് ആദ്യം ബാലു ഈ കുട്ടി അപ്പുറത്തോട്ട് വിട്ട് മോനെ ഇപ്പുറത്ത് വെക്കും ഇവിടെ താലി കെട്ടുമ്പോഴിട്ടോ കുഴപ്പമില്ല ഇനി താലി ബാക്കിയുള്ളവർ താലി കെട്ടുമ്പോഴിട്ടോ സമയമായി മോനെ എല്ലാവരുടെ അനുവാദം ചോദിച്ചിട്ട് ഒന്ന് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് എല്ലാവരും അനുഗ്രഹിക്കും ഒരു സമയമില്ല അവര് ചെയ്തോളൂടെ സമയമില്ല വെപ്രാളപ്പെടാതില്ല മക്കളെ ആ മക്കളെ എല്ലാവരുടെയും അനുവാദം ചോദിച്ച് ഇതോടേക്ക് വെച്ചോ
മാമ എന്താണ് പെൺകുട്ടി വലത്തെ കൈ, പുരുഷൻ ഇടത്തെ കൈ. മാമനെ കല്യാണം കഴിച്ച് കാണുന്നുണ്ടല്ലോ. മാമ അവര് നോക്കട്ടെ, അമ്മാമ അതിന്റെ ഇടയിൽ വർത്താനം പറയല്ലോ. തൊഴാൻ എന്നെ എടുത്തേക്കല്ലേ? മതി, കെട്ടിയിട്ടുള്ളൂ. അതെ അതെ, മനസ്സിലായത്. താലി മാറാനുള്ള മാല. സ്വർണ്ണമാല എടുത്തു കൊടുത്തോളൂ. കുരുതിട്ടോളൂ. എഴുന്നേറ്റ് നിന്ന് കൊടുക്കുക. എഴുന്നേറ്റ് നിന്നിട്ടാണ് കൈ പിടിച്ചു കൊടുക്കുമ്പോ വെറ്റിലടക്കിയ മക്കള് കിടന്ന് രണ്ടുപേരുടെയും വലതേ കൈ തമ്മിൽ കൂട്ടിപ്പിടിക്കും. ഇറങ്ങി. പെണ്ണ് വേണം ആദ്യയുടെ കേട്ടോ. കുറവിട്ടു. അല്ലല്ല അമ്മാമ അത് കൊടുക്കാം. അത് പ്രദക്ഷിണം വെക്കട്ടെ. പ്രദക്ഷിണം വെക്കിട്ടു. ഇവിടെ അങ്ങനെയാണ് കുഞ്ഞമ്മ. ഇവിടെ അല്ല മോനെ ഫ്രണ്ടില്ല. മോൻ ഫ്രണ്ടില്ല. നോക്കണേ, കാണിക്കുന്നു. നിങ്ങൾ മാറിയില്ല. ഒരു പ്രാവശ്യം പോട്ടെ. 3 പ്രാവശ്യം നടന്ന് ക്ഷീണിക്കത്തൊന്നുമില്ല. ഒന്ന് മാറി കൊച്ചിന് പോകാൻ തല കൊടുക്കും. പ്ലീസ് ഒന്ന് മാറി. അത് നീ മാറി കൊടുക്കും. ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം, ഒരു പ്രാവശ്യം. പുടവ കൊടുത്തോളൂ. കുഞ്ഞമ്മ അളിയൻ മാല കൊടുക്കണം. അതൊക്കെ നമുക്ക് ഇതിന് ഇടയ്ക്ക് അടുത്ത ചടങ്ങിലുണ്ട്. അത് കൊടുത്തു. എന്നാ കൊടുത്തോളൂ. കുളത്തോണ്ട് ഒരിട്ടങ്ങോട്ട് അല്ലെങ്കിൽ പിന്നെ നിർത്താതെ കിട്ടോണ്ടിരുന്നോ? പ്രശ്നമില്ല. പ്രസന്റേഷൻ കൊടുക്കാം, ഫോട്ടോ
പുറത്തേക്ക് ഇറങ്ങി ഫോട്ടോ ആ ഫോട്ടോ എടുക്കുന്നുണ്ട് അവര് ഇത്ര നേരം അത് ചെയ്തോണ്ടിരിക്കുകയല്ലായിരുന്നു. ആ ബൊക്കെ എടുത്തു കൊടുക്കും. അല്ല ബൊക്കെ വേണ്ട ബൊക്കെ വേണ്ട ബൊക്കയുടെ സമയം കഴിഞ്ഞു. വിളക്ക് സൂക്ഷിക്കണേ. അച്ഛാ ഇവിടെ ഉണ്ട്. ഞങ്ങൾ പരാതി പറയല്ലേ. കുറേശ്ശെ എടുക്ക്. എല്ലാരും കൂടെ നിൽക്കൂല. കിട്ടും എടുത്തോ. ഇതിപ്പോ അടുത്ത പെണ്ണിന്റെ ആൾക്കാരെ കിട്ടും. ശരി. അച്ഛനും അമ്മയുടെ മക്കളെ എടുക്കടാ. നിങ്ങൾ എടുക്ക്. സുരേന്ദ്ര ഇങ്ങോട്ട് പോടാ. സുരേന്ദ്രൻ എവിടെ ഉണ്ടോ? എല്ലാവരും ഉണ്ടല്ലോ. നിങ്ങളല്ലേ വാ ചങ്ങന കുറച്ചുപേർ ഇങ്ങനെ മാറുന്നോടെ എടുത്തോരും ഇങ്ങോട്ട് കുറച്ചുപേര് മാറി നിന്നോടെ അവരെടുക്കട്ടെ. ഇപ്പുറത്ത് ഇല്ലേ? അപ്പുറത്ത് ഇപ്പുറത്ത് വാ വാ. ആ കുടുംബത്തിൽ കയറിയിരിക്കണം എന്തിനാ? എടാ മനുഷ്യൻ നിൽക്കുന്ന പോലെ നില്ലടാ. ഫോട്ടോയ്ക്ക് അങ്ങോട്ട് സൈഡ് മാറ്റി അങ്ങോട്ട് ഇനി നമുക്ക് ഞാൻ ഒരുപാട് നമുക്ക് ഈ മണ്ഡപം കിട്ടാൻ വേണ്ടി ഒരുപാട് നമ്മൾ ഓടി. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ അൻസാരി കൺവെൻഷൻ സെന്ററിലൊരു പെട്ടെന്ന് കിട്ടിയത്. അപ്പൊ അതിന്റെ മുഹമ്മദ് സാറിനെ നമ്മൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാം. ഇനി ഫുഡ് കഴിക്കണ്ടേ? ഒരു ഫോട്ടോ കേട്ടോ. ഗായത്രി ചെക്കനും പെണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. നല്ല ആഹാരം കൂട്ടത്തിലാണ്. അങ്ങനെ കഴിക്കണം കേട്ടാ. അല്ല ലച്ചുനെ പോലെ അങ്ങനെ ആവരുത്. അവളൊന്നും കഴിക്കണം. മോനെ വാ. ചോറ് വന്നില്ലേ? ചോറ് വന്നില്ലേ? ഇവിടെ നമ്മൾ പിന്നെ ഇരിക്കാം. അല്ല അച്ഛാ കേശവൻ ആദ്യം ഇരുത്തണം. ഭയങ്കര സന്തോഷമായി. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് അവിടെ പോയി. ചോറോളം വേണ്ടേ? ചോറോളം അവിടുന്ന് വിളമ്പിക്കോ. തലയുടെ സാറെ കാണാൻ മുടി വിടാതിരിക്കാൻ വേണ്ടി വെച്ചേക്കണേ. ബ്രോ മോനിക്ക് വാ. ആരാച്ചാ? നീങ്ങ് വാ മോനെ. നീങ്ങ് വാ. ഇപ്പുറത്ത് വാ. ഇവിടെ വാ. നീ തന്നെ വാ. പരിപ്പ് വേണ്ടേ? ഒന്നുമില്ല. ഇനിയെങ്കിലും ഇത് മുടി മുടി വീഴും. എല്ലാം ഈ സദ്യയിൽ മുടി വീഴും. എന്റെ പൊന്നു മക്കള് ഇതൊന്ന് വെച്ചോ. ഇത് തികയില്ല. അറിയില്ല. ഇങ്ങനെ വെച്ചിരുന്ന വേറെ
അവള് കഴിച്ചോ കേട്ടാ. വാസിയുണ്ടോ? അവിടെ പരിപ്പ് കിട്ടാ. പരിപ്പ് ഇഷ്ടല്ലേ? എന്തോന്ന് നിന്നെ കാണാനില്ലല്ലോ ഇത്. ഇല്ല, ഞങ്ങള് പിന്നെ കഴിച്ചോളാം. കഴിക്ക്. എന്റെ സ്വപ്നമാണ്. എന്താ പറഞ്ഞേ? വെറുതെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കരുത്. വാസിനല്ലെങ്കിൽ നല്ലത്. നമ്മള് വെറുതെ ചടങ്ങ് നല്ല അടിപൊളിയായിരുന്നു. സ്നേഹമാണ്. കഴിക്ക് കഴിക്കും. വീട്ടിൽ വന്നപ്പോഴേ എന്റെ മീശ മോശമാണ് പറഞ്ഞു. ഇപ്പോഴും ഞാൻ പറയുന്നത് ഇത്രയും നല്ല മീശ ഞാൻ കണ്ടിട്ടില്ല. വേൽത്തമ്പിൽ തിളവയ്ക്ക് പോലും ഇത്ര നല്ല മീശ ഉണ്ടായിട്ടില്ല. മരിക്കുന്നവരെ ഈ മീശ കളയരുത് മോനെ. ഒന്നും മിണ്ടണ്ട, നീ പൊയ്ക്കോ, ഞാൻ വീട്ടിൽ ബാക്കി കേട്ടാ. അല്ല ചേട്ടാ, അതല്ല, വിഷ്ണുവിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു കൊള്ളൂലെന്ന്. ആ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അതാണ് എനിക്കറിയാം. പറയണ്ട, വിഷമാവും. നമുക്ക് ഒരാള് എന്റെ ദൈവമേ. അതെ, നിനക്ക് നേരത്തെ കയറി ഇരിക്കുന്നൂടെ? എന്ത് വന്നപ്പോ അവൻ കഴിക്കട്ടെ. കൂടെ നിന്ന് എന്റെ കൂടെ നിന്ന് എല്ലാത്തിനും ഉണ്ടാവണം പറഞ്ഞല്ലേ? അവൻ കഴിക്കട്ടെ. കഴിച്ചോണ്ടിരിക്കുമ്പോ അങ്ങനെ പറയല്ലേ? ശരിയല്ലേട്ടാ. സുഷ്മ ഇരിക്കണേ. സുഷ്മ, എന്റെ ദൈവമേ. എടാ ചക്കരക്കുട്ട, അച്ഛൻ വിളിച്ചായിരുന്നേ ഗൾഫിൽ നിന്ന്? വിളിച്ചായിരുന്ന? അച്ഛൻ വിളിക്കാറുണ്ട്. കൂട്ടുകാരന്മാരെ കൊണ്ട് ഇവിടെ ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ ഭക്ഷണം കഴിച്ചോണ്ട് നോക്കാൻ പറയണം. അവരെല്ലാരും കഴിച്ചു. ഒന്നങ്ങോട്ട് പോകും. ഇനി കുടുംബം കലക്കി അടങ്ങുക. ഒന്നുമില്ല, കുറെ നേരമായി തുടങ്ങിയിട്ടാണ്. അല്ല, ഞാൻ എത്രയോ വർഷങ്ങളായി കണ്ടിട്ട് പരസ്പരം കാണുന്നതിനാണ് ഞാൻ പറഞ്ഞു വരാൻ വേണ്ടി പറഞ്ഞത്. രമ അവിടെ കഴിക്കണം, നന്നായിട്ട് കഴിക്കുന്നുണ്ട്. രസം കൊടുക്കും. രസം വേണ്ടേ? അവിടെ കഴിച്ചോണ്ടിരിക്കണം. ചോയ്സ് ബന്ധങ്ങൾ തമ്മിൽ ഇടവരെയുമ്പോൾ എന്തത്? ഒന്നുമില്ല. പോ, കഴിച്ചതല്ലേ? ഇപ്പൊ തന്നെ കരുതിക്കണല്ലേ നിനക്ക്? അച്ഛൻ പറഞ്ഞ് ഈ അച്ഛൻ പറയുമ്പോ അനുസരിക്കണല്ലേ മോയി. ഹലോ, എക്സ്ക്യൂസ് മീ. ഇത് കഴിയിട്ട് തങ്കം ചേച്ചിയായിട്ട് ഒരു കോൺഫറൻസ് മീറ്റിംഗ് ഉണ്ട്, ഞാൻ റെഡിയാക്കി തരാം. കുഞ്ഞമ്മ ഒന്നും പറഞ്ഞില്ലായിരുന്ന? കുഞ്ഞമ്മ തന്നെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് മോൻ? കല്യാണം നടത്തിയാ? മാത്രമല്ല നടത്തിയ, ഞങ്ങളും കൂടെ നിന്നിട്ടാണ് തന്നെ. എന്നാലും അവന്റെ വന്നമ്മ അച്ഛോ. ഓ, ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോ ഇവിടെ ആളുകൾ പിരിഞ്ഞു കഴിയുമ്പോഴേ മീശ എടുത്തോണം. അറ്റം മുറിച്ചു വന്നു. ഞാൻ ആ വണ്ടിക്കാർക്ക് പൈസ കൊടുത്തുവിട്ട് ഇതില് ഭേദം എന്റെ മാമനാണ്. അത് സമ്മതിച്ചു. നീ ആ വണ്ടിക്കാരുടെ പൈസ കൊടുത്തുവിടാൻ നോക്കാം. അവരെ വല്ലപ്പോഴേക്ക് ഞാനൊരാളാവട്ടെ. കഴിക്കടാ. കഴിക്കണം. ഇവളെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിച്ചാ. ശ്രദ്ധിച്ചോണം, ശരീരം നോക്കിക്കോണം. ഒരു വക കഴിക്കൂല. എന്റെ പൊന്നു മക്കളെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്തലാണ്, ഒന്നും കാണാൻ പറ്റുന്നത്. പണ്ട് നമ്മള് കല്യാണം കഴിക്കാനത്തെ ഇതുപോലെ കഴിച്ച് വലിയ മണ്ഡപവും വലിയ പത്രാസൊന്നും ഇല്ല. നമ്മള് സാധാരണ അല്ലേ ഒരു അമ്പലത്തിലെ ചെറിയൊരു മണ്ഡപത്തിൽ വെച്ച് നമ്മളെ കല്യാണം കഴിക്കുന്നത്. ഒരു ഓലപ്പുര അല്ലേ? ഓലപ്പുര
പന്തല് പണ്ട് ഈ ഓല വെച്ചിട്ടാണല്ലോ ഇടുന്നത്. അന്ന് ഇതേപോലെ ഞാൻ ഉരുട്ടി ഇവിടെ വായിൽ വെച്ച് കൊടുത്തു ആദ്യം. എന്റെ ഒന്നു മക്കള് അത് എനിക്ക് ഓർമ്മയ്ക്ക് വേണ്ടി നീ ഉരുട്ടി അവിടെ വായി നീ ഉരുട്ടി വായി അവനാണെങ്കിൽ പോവാൻ പറ. പോടാ എന്റെ മകളെ ഒന്ന് വായിൽ വെച്ചു. പച്ചോടുക്ക് വലിയ ശിവാനിയുടെ നമ്മള് ഫോട്ടോ എടുത്ത് തളർന്നല്ലേ രണ്ടുപേരും. ഇനി കുറച്ച് പാലും പഴമൊക്കെ കഴിക്കാം. കൊടുക്കാം. വേണ്ട വേണ്ട, പെണ്ണിന്റെ അമ്മ വേണം കൊടുക്കാൻ. അങ്ങനെയാണ് ചടങ്ങ്. കുടിക്കേ മൊത്തം കുടിക്കരുത്. ഫസ്റ്റ് നൈറ്റിലല്ലേ? നീ ഇപ്പഴേ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പാല് കുടിച്ചിട്ട് അല്ല ഫസ്റ്റ് നൈറ്റിലല്ല ഇങ്ങനെ പകുതി പാല്. അല്ല അത് എന്റെ പൊന്നു പോലെ അത് സിനിമയിലേ ഉള്ളൂ. അത് ചുമ്മാ വെറുതെ ഇപ്പൊ കൊടുക്കും. കുറച്ചുകൂടി കുടിച്ചോ. ഞാനെന്തെങ്കിലും ചോദിച്ചല്ലോ. കുടിച്ചോ മൊത്തം കുടിച്ചോ. ക്ഷീണായിട്ടുണ്ട്. എത്ര രാവിലെ തൊട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തല്ലേ. ഇനി നല്ലോണം കഴിക്കണം. ഒന്നും കഴിക്കില്ല. അതെ അതൊക്കെ അവിടെ വരുമ്പോ മാറ്റും. അതെ ദിവസം 2 നേരം ഓരോ ഗ്ലാസ് പാല് വെച്ച് കുടിക്കണം. എന്നാ പിന്നെ ആയിക്കോട്ടെ. എവിടെ പോവാ? എവിടെ പോണു? മക്കളിരുന്നോ കുറച്ചു നേരം. ക്ഷീണായില്ല. നമുക്ക് ഇതോടുകൂടി ചടങ്ങായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ഇനിയിപ്പോ പോവാനുള്ള സമയം നോക്കി ഇറങ്ങാലോ. ഡ്രസ് ഒന്നും മാറ്റാണ്ടായിരുന്നു. അല്ല ഇത് ഈ ഡ്രസ്സിലാ പോണം. അവന്റെ ഡ്രസ് മാറ്റാണ്ടല്ലേ? കൊച്ചിന്റെ മാറ്റണം അല്ലേ? ഞാൻ ഇപ്പൊ വരാം. മോനപ്പ മാറ്റി വേറെ പ്രത്യേകിച്ച് ഡ്രസ് മാറി അവിടെ അവിടെ വെച്ച് സിദ്ധു ഒന്ന് അടുത്തിന്. സിദ്ധു കുറച്ച് അടുത്തിരുന്നു. റൊമാൻറ്റിക് ആയിട്ടിരിക്കണേ. ചേട്ടാ ഒരു മിനിറ്റ്. ചേച്ചി ആ സാരി ഒന്ന് ശരിയായി. ഇത് കഴിയാറായോ? ഒരു 5 മിനിറ്റ് കൂടെ. അടിപൊളി സാരി കേട്ടോ ചേച്ചി. എവിടുന്ന് എടുത്തേ? ഇത് പാലക്കാടിലെ ദക്ഷ ഡിസൈൻസ് ഒരു ഇതുണ്ട്. അപ്പൊ അവിടെ നിന്ന് എടുത്തതാ. ഓ ഭയങ്കര കളക്ഷൻ അല്ലേ ചേട്ടാ. നമുക്ക് അവിടുന്ന് ഡ്രസ് എടുക്കാം. ഇത് മാത്രല്ല, ഞാൻ നേരത്തെ കൊടുത്ത സാരിയില്ലേ ആ സാരി, പിന്നെ ഇന്ന് പാറും ശിവാനി കൊടുത്ത ഡ്രസ്സില്ലേ. അടിപൊളി അടിപൊളി. ഓക്കെ നമുക്ക് പിന്നെ പറയാം. ഓക്കെ ചേട്ടാ ചിരിക്കണേ. നമുക്ക് കുറച്ച് ക്യാൻഡ് ഷോട്ട്സ് ഒക്കെ എടുക്കാം. കുറച്ച് അടുത്തിരിക്കണം. ചേട്ടാ ഇതെപ്പോ കഴിയാട്ടാ? ഇപ്പൊ 2 ഷോട്ട് എടുത്താ ഇപ്പൊ. അല്ല അത്യാവശ്യത്തിന് ഫോട്ടോസ് ഒക്കെ കിട്ടിയില്ലേ? ഫോട്ടോസ് എടുക്കാമല്ലോ. ഇപ്പൊ കഴിയല്ലോ. 5 മിനിറ്റ്. രണ്ട് ഫോട്ടോസ് എടുത്തല്ലോ. നിൽക്കാവോ? 2 ഫോട്ടോസ് എടുക്കാം. കുറച്ച് ഫ്രണ്ടോട്ട് ഇരിക്കാം. ഓക്കെ നല്ല സ്മൈൽ കൊടുക്കണേ. കുഞ്ഞിന്റെ ചിരി പോകുന്നുണ്ട്. ചിരി പോവല്ലേ? വേദന എടുക്കണം. എന്റെ ചേച്ചി ഇന്നും ഒരു ദിവസമല്ലേ ഉള്ളൂ അല്ലേ? ഫോട്ടോ എടുക്കും. നമുക്ക് ഇവിടെ ഇൻസ്റ്റയിലൊക്കെ ഉണ്ടല്ലോ ചേച്ചി. ഫോട്ടോ എടുക്കും. ആൽബം ഒക്കെ വരുമ്പോ നല്ല ഫോട്ടോസ് അങ്ങനെ കാല് ഭയങ്കരമായിട്ട് വേദന എടുക്കണം. അതാണോ എടുത്ത് പോക്കണോ? എടുത്ത ചേച്ചി അതിനെന്താ? ഇല്ല അതിന്റെ ആവശ്യമൊന്നുമില്ല. എടുത്തോ. അതിനെന്താ? എന്നാ പോട്ടെ.
വേറെ പോസ് ഇട്. വേറെ പോസ്. നമുക്ക് വേറെ ഒന്നൊരു പോസ് നോക്കിയല്ലേ? ജസ്റ്റ് ആ കൈ തോളൊക്കെ അടുത്തേന്ന് പോരെ ഏട്ടാ. ഒരു ഫുൾ സ്റ്റാൻഡിങ് എടുത്തോട്ടെ. ഇത് എവിടെ നോക്കിയ മോളെ? എന്റെ ഏട്ടാ ഇങ്ങനെയാണ് നോക്കണേ. കുറച്ച് അത് വരട്ടെ. ഇങ്ങനെ നോക്കില്ലേ? അല്ല അത് നോക്കാൻ പറഞ്ഞു. നീ ഇത്ര മേക്കപ്പ് ഡെയിലി ഇട്ട് നടക്കും? ഞാനോ? ഞാൻ സിംഗിൾ ആയിട്ട് മേക്കപ്പ് ഇടാറൊന്നുമില്ല. കുറച്ചിട്ടോ വൃത്തികേടൊക്കെ ഒന്ന് പറഞ്ഞിട്ടല്ലേ? ചേട്ടന് സെൻസ് ഒന്നുമില്ല. ചേച്ചി മേക്കപ്പ് ഇട്ടോ? അല്ല സിദ്ധു എപ്പോഴും മുണ്ടക്കൂടെ തന്നെയാണ് നടക്കണേ. ഞാൻ നാട്ടിൽ വരുമ്പോഴൊക്കെ മുണ്ടെടുക്കും. തള്ളുമ്പോ കുറച്ച് മയത്തിലൊക്കെ തള്ളണ്ട. ചേച്ചി നോക്കി ഇത് നോക്ക്. ഫുൾ എന്റെ ഉമ്മേ ഫുള്ള് കെട്ടി വെച്ചിരിക്കും ചേച്ചി. മുണ്ട് കൊടുക്കാനൊന്നും അറിയില്ല. നാട്ടിൽ വരുമ്പോ മുണ്ട് വെറും ട്രൗസർ മാത്രം ഇട്ട് നടക്കുന്ന ആളാ. മുണ്ട് കൊടുക്കുക എത്ര ഇതൊക്കെ അറിയണ്ടേ? ഈ ആമ്പിള്ളേരെ താടിയൊക്കെ വെച്ച് ചന്ദ്രക്കുരയൊക്കെ തൊട്ട് മുണ്ടൊക്കെ തന്ന സെറ്റാണ്. അതൊക്കെ ശരി. അതുകൊണ്ട് ചേച്ചി പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഒന്ന് പോയിട്ട് അതായത് കുഴപ്പമില്ല. ഇപ്പൊ എന്റെ ചേട്ടനാണെങ്കിലും വിഷ്ണു ചേട്ടനും അങ്ങനെ മുണ്ടൊന്നും കൊടുക്കാൻ അറിയില്ല. ചേച്ചി പഠിപ്പിച്ചു കൊടുത്താൽ മതി. പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഫോട്ടോ രണ്ടെണ്ണം എടുത്ത് അവസാനിപ്പിക്കാൻ നോക്കാം. ചേട്ടാ അത് മുഖത്ത് ശരിക്കും സമയായി. ഫോട്ടോ സെഷൻ തീർന്നില്ലേ? പാല് വെയിറ്റ് ചെയ്യുന്ന പോവാൻ സമയമാ. 5 ഫോട്ടോകൾ എടുക്കട്ടെ ഏട്ടാ. എന്നാ മതി ചേട്ടാ. മതി ചേട്ടാ. എന്തായാലും ഇന്ന് ഒരു ദിവസമല്ലേ ഉള്ളൂ ചേട്ടാ. പിന്നെ എടുക്കാം അല്ലേ? അപ്പൊ അങ്ങനെ അതെല്ലാം ചെയ്തോണ്ടാ മതി. മോളെ അവരിറങ്ങാറായില്ലേ? അയ്യോ ഞാൻ സാരിയെ കുടിപ്പിച്ച അപ്പൊ ബാലു അങ്ങോട്ട് വിളിച്ചോണ്ട് പോയെന്നോ പറയാനായിട്ട്. എന്താ കാര്യം പറയാ? മക്കള് വാ. എന്താണ്? ഇവിടെയോ? എന്താ കാര്യം പറ. അറിഞ്ഞില്ല മക്കൾക്ക് അച്ഛനോട് ദേഷ്യമുണ്ടോ? എനിക്കെന്തിനാ അച്ഛനോട് ദേഷ്യം? അല്ല മക്കളെ, ഒരുപാട് ഇത് പറയണു. ബന്ധുക്കളും പറയണു, നാട്ടുകാരും പറയണു മക്കളെ പെട്ടെന്ന് അച്ഛൻ കെട്ടിച്ചിടണു. മക്കൾക്ക് തോന്നണുണ്ടോ? അതെന്നോടും വന്ന് പറഞ്ഞതാ. അച്ഛൻ എന്തിനാ അതൊക്കെ മൈൻഡ് ചെയ്യുന്നത്? ഇല്ലല്ല. പിന്നൊരു കാര്യം, എൻ്റെ മക്കൾ അന്യ വീട്ടിൽ പോവുകയാണ്. അവിടെ പോകുമ്പോൾ സ്വന്തം വീട് പോലെ വേദന. മക്കളെ അച്ഛനും അമ്മയും തന്നെ അവിടുത്തെ അച്ഛനും അമ്മയും. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിലേ മക്കളെ അമ്മയടുത്ത് പറയണ്ട. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടാ. കാരണേ അമ്മ നിങ്ങളെങ്ങനെ നോക്കിയതറിയല്ല. നിങ്ങളൊരു ചെറിയ വിഷമം പോലും അമ്മയ്ക്ക് താങ്ങൂല. നിങ്ങളെ മാത്രമല്ല അച്ഛനെ എങ്ങനെയാണ് നോക്കിയത്. അച്ഛൻ വെറുതെ കോമാളി കളിച്ച് കേട്ടോ. പിന്നെ നാളൊരു കാലത്തെ അച്ഛനെ തള്ളി പറഞ്ഞാലും എൻ്റെ പൊന്നുമക്കള് അമ്മയെ തള്ളി പറയരുത്. ഇല്ല, അത്ര കഷ്ടപ്പെട്ടാണ് അവിടെ കുടുംബം നോക്കിയത്. പഠിപ്പിക്കാനും അമ്മ കുറെ കഷ്ടപ്പെട്ടു. എല്ലാം അറിയാലോ. എല്ലാം അറിയാം. പിന്നൊരു കാര്യം, അതെ ഇപ്പം അച്ഛൻ വിചാരിച്ചതൊന്നും നടത്താൻ പറ്റിയില്ല. അപ്പൂപ്പനും അമ്മയും പടവല അപ്പൂപ്പനും അമ്മമ്മയും എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എഴുത്തരും അച്ഛൻ്റെ പേരിൽ. മക്കൾക്ക് വേണ്ടി നല്ലൊരു വീതം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അത് തരും കേട്ടാ. കേട്ടാ, ഈ പറഞ്ഞ കാര്യമൊന്നും അമ്മയെടുത്ത് പറയരുത്. അത് വിഷമെന്ന് തോന്നും. വിളിച്ചെന്ന് പറയാം, അച്ഛൻ കരഞ്ഞെന്ന് പറയൂ. പറയരുത്. തുടങ്ങി വാ. கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா, புண்ணான நெஞ்சை பொன்னான கையால்
பூ போல நீவவா நான் காத்து நின்றேன் காலங்கள் தோறும் என் ஏக்கம் தீருமா நான் பார்த்து நின்றேன் பொன்வானம் எங்கும் என் மின்னல் தோன்றுமா தண்ணீராய் மேகம் தூரும் கண்ணீர் சேரும் கற்கண்டாய் மாறுமா ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ராரோ ராரோ അവരല്ലേ വരുന്നത് ആരെയും ചെയ്യരുത്. അച്ഛൻ പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ, അച്ഛൻ അമ്മ എങ്ങനെ നോക്കണോ അതുപോലെ ഇടോക്ക് ലച്ചു അമ്മ പറഞ്ഞല്ലേ കരയരുതെന്ന്. കരഞ്ഞിട്ട് പോകാൻ പാടില്ല കേട്ടോ. സന്തോഷത്തോടെ അല്ലേ എല്ലാവരും വിടണേ. പിന്നെന്തിനാ കരയണേ? ഇത്ര അടുത്തല്ലേ, എപ്പോഴെങ്കിലും വരാം. അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും വരാം. സന്തോഷമായിട്ട് പോട്ടോ കേട്ടോ. സമയമായി വാ. അച്ഛൻ പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ. വിളിക്കണം. എന്തിനാ കരയണേ? സന്തോഷത്തോടെ പോട്ടെ. സന്തോഷത്തോടെ വേണം ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. സന്തോഷിക്കാനല്ലേ പോകണ്ടേ? കരഞ്ഞിട്ട് പോകണോ? അമ്മ ഞാൻ
ഡേ ഡേ എന്ത് എന്ത് കരയണ എടീ ഇപ്പൊ എടി ചെറുക്കൻ്റെ വീട്ടിൽ പോയി ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് അവൻ നമ്മളെ വീട്ടിലോട്ടല്ലേ വരുന്നേ പിന്നെ അവൾ വരൂലേ നീ എന്നെ കൂടെ കരയിക്കരുത് ഒരു കാര്യം ഞാൻ പറയാം നീലടി ഭയങ്കര ബോൾഡായിട്ട് നീ എന്നെ കരയിപ്പിക്കാതെ നീ അവള് 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 വരും ഇനിയിപ്പം മോളായിട്ടില്ലല്ലോ പിന്നെ അറിയട്ട് ഇടി ഇടി എല്ലാരും ഇങ്ങനെ എന്നേ എന്നെ കെട്ടിച്ചപ്പോ നിന്റെ അമ്മ ഇങ്ങനെ കരഞ്ഞത് പിന്നെന്ത് കെട്ടിച്ചു കഴിഞ്ഞപ്പോ എന്റെ വീട്ടിൽ ചെല്ലുമ്പോ പിന്നെന്തോന്ന് എല്ലാവർക്കും വരാൻ പറ്റുള്ളൂ കേട്ടാ വാ വാ വാണേ എന്തോന്ന് അസുഖം മരുന്ന് അസുഖം മരുന്ന് വയ്ക്കരുത് ഒരു കാര്യം ഞാൻ പറയാം വിളിക്കണോ അവളെ വിളിക്കണോ ഇപ്പൊ വാ സംസാരിക്കും വാ വിളിക്കാം 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 വാ വാ വിളിക്കാം വാ വാ കരയില്ല